നമസ്കാരം. ആനുകാലികത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ ഏറ്റവും അതിന്റെ അപകടം നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. മുൻപ് യുദ്ധം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാന്റെ മറ്റു പ്രോക്സികളൊക്കെ ആയിട്ട് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ അവരുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലും ഇറാൻ സംഘർഷം എത്തി നിൽക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറെ ആശങ്കയിലാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആകെ ഒരു അമേരിക്കയിലായിരുന്നു എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അമേരിക്ക ഒരു ഇട നിന്ന് ഈ ചർച്ചകളൊക്കെ തന്നെ നടത്തി യുദ്ധം അവസാനിപ്പിക്കും, അങ്ങനെയായിരുന്നല്ലോ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ പറഞ്ഞിരുന്നത്. ലോകത്തെല്ലാം നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഇന്ന് അമേരിക്കയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇറാന്റെ പല നേതാക്കളെയും സൈനിക മേധാവിമാരെയും ശാസ്ത്രജ്ഞരെയും ഒക്കെ തന്നെ കൊലപ്പെടുത്തുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, നരകത്തിന്റെ വാതിൽ ഞങ്ങൾ തുറന്നേക്കുവാണ് എന്നൊക്കെ, ഇസ്രായേൽ ഇനി മുച്ചൂടും മുടിപ്പിക്കുമെന്നൊക്കെ. ഈ പറഞ്ഞ ആള് ഇപ്പോൾ ബങ്കറിനുള്ളിൽ ഒളിവിലാണ് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലേ? തീർച്ചയായും ഒറ്റയ്ക്കല്ല, കുടുംബസമേതം ഒളിവിലാണ് എന്നുള്ളതാണ്. അവിടെ മരിച്ചു വീഴുന്നത് ശാസ്ത്രജ്ഞന്മാരും സൈനിക മേധാവികളും മരിച്ചു വീഴുമ്പോഴാണ് ഈ പറയുന്ന മേധാവി അവിടെ കയറി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത്, ഇറാന്റെ പരമോന്നത നേതാവ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ ഭയന്നു തുടങ്ങി എന്നുള്ളതാണ്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം, അമേരിക്ക ഇടപെടേണ്ട ഒരു സാഹചര്യം വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരന്മാരുള്ള അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു അപകടം, ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏത് നിമിഷവും ഉണ്ടാകുന്നിരിക്കുക. അതായത് അമേരിക്ക കൂടി ഈ ഒരു നിരയിലേക്ക് വന്നാൽ മാത്രമല്ലേ, നേരിട്ട് ഇറങ്ങിയാൽ മാത്രമല്ലേ ഒരു യുദ്ധം കൂടുതൽ പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ ശക്തമാവുകയുള്ളൂ. അതിപ്പോ ഇസ്രായേലിന് കുറെ കൂടി സപ്പോർട്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് ഇറക്കണം എന്നുള്ളൊരു കാര്യമുള്ളതിനാൽ തന്നെ ഈ ഒരു യുദ്ധം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ആദ്യമായ ഒരു പരസ്യ പ്രസ്താവന, ഒരു നേരിട്ടുള്ള പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഈ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് പറയുന്നത്, ഈ ഖമേനി എവിടെ ഒളിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലായി, നിങ്ങൾ അവിടെ തന്നെ ഇപ്പോൾ തൽക്കാലം ഇരുന്നുകൊള്ളൂ, നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ കൊന്നുകളയും എന്നുള്ള രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ ട്രംപ് തന്നെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ അതിന്റെ എല്ലാ തരത്തിലുള്ള ശക്തിയും എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ആകാശത്തെ ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഈ അമേരിക്കയിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക്, സൈനിക വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്തുണ കൂടി അമേരിക്ക നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ, അതായത് ഈ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തുരക്കാനും നശിപ്പിക്കുവാനും ഈ ബങ്കർ ബസ്റ്റർ ബ്ലാസ്റ്റർ ആയിട്ടുള്ള ഈ ബോംബുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. നിലവിൽ അത് അമേരിക്കയുടെ കൈകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിലേറെയുള്ള ഇത്തരം ബോംബുകൾ നമുക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം നെതന്യാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ ഭയക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഇത്തരത്തിലുള്ള നട്ടല് അല്ലെങ്കിൽ ഇറാന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഈ ആഴത്തിലുള്ള ഇത്തരം സെൻട്രിഫ്യൂജുകൾ, ആണവ കേന്ദ്രങ്ങൾ, അവയെ ഇസ്രായേൽ ഒരു തൊടുക പോലും ചെയ്യില്ല, ഒരു പോറല് പോലും അവയ്ക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള ഭൂമിക്കടിയിൽ ഏകദേശം 300 അടി താഴ്ചയിലുള്ള ഈ സെൻട്രിഫ്യൂജുകൾ, ഈ ആണവ കേന്ദ്രങ്ങൾ തൽക്കാലം ഏതായാലും ഇസ്രായേൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ മറ്റ് ചില ആണവ കേന്ദ്രങ്ങൾ, അവിടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഇറാനെ ഞെട്ടിലുളവാക്കിയിട്ടുള്ളവയാണ്. കാരണം ഒരടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തവും ഇല്ലാതാക്കി അടിച്ച് തരിപ്പണമാക്കാതെ ഇവർ ഇറങ്ങി വരില്ല. അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ, ഭൂമിക്കടിയിലെ ഇറാന്റെ അഹങ്കാരമായ ആണവ കേന്ദ്രങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഒരു വലിയ യുദ്ധത്തിനുള്ള സാഹചര്യം തന്നെയാണ് കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ്. ഈ ഇറാന്റെ ഏറ്റവും വലിയ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഫോർഡോ ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഈ ഖമേനിയുടെ ഒക്കെ തന്നെ ഒരു വലിയൊരു കോട്ടയാണ്. അത് പക്ഷെ ഭൂമിക്കടിയിലെ കോട്ടയാണ്. ഈ ഭൂമിക്കടിയിലെ കോട്ട എന്തുകൊണ്ട് ഇസ്രായേൽ തകർക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെ റഷ്യയുടെ അതായത് ഈ റഷ്യയുടെ ഏറ്റവും വലിയ ഇരുമ്പ് കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ശക്തി അതിനു മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷെ ആ ശക്തിയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് S-300 എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണ
കവചമാണ് ഇവയ്ക്കുള്ളത്. അവയൊക്കെ തന്നെ മറനീക്കിക്കൊണ്ട് അവയൊക്കെ തന്നെ പൂർണ്ണമായും പൊളിച്ചു നീക്കിക്കൊണ്ട് ഇസ്രായേൽ അങ്ങോട്ടേക്ക് അടിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടി വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഖമനേയി ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒരു പക്ഷേ ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ വന്ന് കീഴടങ്ങണം, നിരുപാധികം നിങ്ങൾ കീഴടങ്ങണം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു കീഴടങ്ങൽ ഒരുപക്ഷെ യുദ്ധത്തിന് അവസാനമായിരിക്കാം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയും നമ്മൾ കണക്കിലാക്കുന്നു. ഒരുപക്ഷെ വരുന്ന 48 മണിക്കൂറൊക്കെ വളരെ നിർണായകമായ സമയം തന്നെയാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയ മേധാവിമാരൊക്കെ തന്നെ ഇറാനിൽ മരണമടഞ്ഞ കൊലപാതകം നടത്തിയതല്ല. അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും വരുന്ന വാർത്തകളോ ഏതെങ്കിലും ഒരു തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സൈനിക മേധാവി കൊല്ലപ്പെട്ടു, 2 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. ഇതേ തന്ത്രം തന്നെയാണ് ഇസ്രായേൽ അന്ന് ഹമാസിനെയായിട്ടും ഹിസ്ബുള്ളയായിട്ടും ഹൂത്തികളായിട്ടൊക്കെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കണ്ടത്. ഇതേ തന്ത്രം തന്നെയാണ് അവർ ഇവിടെയും പയറ്റുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ആളുകളെ ആദ്യം കൊലപ്പെടുത്തുന്നത്. കാരണം പിന്നീട് അവർക്ക് കമാൻഡ് നൽകേണ്ട ആൾക്കാർ അവരല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ആളുകളെയാണ് ഈ കൊലപ്പെടുത്തുന്നത്. അപ്പൊ ഇവർക്ക് പിന്നെ തലപ്പത്ത് ആരുമില്ല. നമ്മൾ അന്നൊക്കെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തലപ്പത്ത് ആരുമില്ല, അവിടെ ശൂന്യമാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ. ആകെ തലപ്പത്തുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ബങ്കറിനുള്ളിൽ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ട് വന്നതായിരുന്നു ഇറാൻ സേനയുടെ യുദ്ധ കമാൻഡർ ആയിട്ടുള്ള അലി ഷംദാനി എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തി. IDF-ന്റെ പേജിൽ എലിമിനേറ്റഡ്, അവർ മുൻപ് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എലിമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ, അത്ര മാത്രമേ ഉള്ളൂ, എലിമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അവർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആള് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിന് മുൻപുണ്ടായിരുന്ന ആള്, അതായത് ഗുലാം അലി റാഷിദിനെ വധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആള്, ആ ആള് മരിച്ചതിനെ തുടർന്നിട്ടാണ് പകരം കൊണ്ടുവന്നത്. അതായത് വെറും 7 ദിവസം മാത്രമാണ് ഈ ഒരു സ്ഥാനത്തിരുന്നത്. അപ്പോഴേക്കും തേടിപ്പിടിച്ച് അടുത്തൊരു മേധാവിയെ കൂടി വകവരുത്തിയിരിക്കുകയാണ്. അതായത് പ്രധാന ഉപദേഷ്ടാവാണ് അത്ര ഗമേനിയുടെ, ഏറ്റവും സൈനിക ഉപദേഷ്ടാവായിട്ട് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. ഇതുവരെ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പല ഉപദേശങ്ങൾ നൽകുകയും പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുകയും ഗമേനിയുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഈ കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഗമേനി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പ്രധാനമായിട്ട് ഏറ്റവും സൈനിക മേധാവിമാരില്ല, ശാസ്ത്രജ്ഞന്മാരില്ല, അവരെയൊക്കെ തന്നെ ഉപദേശം നൽകിയിരുന്ന ഒരു യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഖമേനിക്ക് ഉപദേശം നൽകിയിരുന്ന ആൾക്കാർ ആരും തന്നെ ഇല്ല. അതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പയറ്റിക്കൊണ്ടിരുന്ന തന്ത്രം തന്നെയാണ് ഇസ്രായേൽ ഇവിടെയും പയറ്റുന്നത്. ആ പ്രധാനപ്പെട്ട മേധാവിമാരെയൊക്കെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ കൊലപ്പെടുത്തുന്ന രീതിയാണ്. ഇനി ഇവിടെയൊക്കെ തന്നെ ഈ സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇനി ശൂന്യമായി, തലപ്പത്ത് ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് ടെഹ്റാനിൽ നിന്ന് ഒരുപാട് എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇനി വേഗം അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇനി തങ്ങാൻ താല്പര്യമുള്ളവരെ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ തങ്ങാൻ താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എംബസിയുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ അവിടെ നിൽക്കാം. ഇത് പിന്നെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ പൗരന്മാരോട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ചൈന പൗരന്മാരോട് വളരെ വേഗത്തിൽ, അതും വ്യോമപാത ഉപയോഗിക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കരമാർഗം അടുത്തുള്ള, അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന അർമേനിയ, അവിടെ തൊട്ടപ്പുറത്തുള്ള അർമേനിയയിലോട്ട് വളരെ വേഗത്തിൽ തന്നെ എത്താനാണ് പറയുന്നത്, സുരക്ഷിതമായിട്ടും. അതുപോലെ തന്നെ എംബസി ആയിട്ട് ബന്ധപ്പെടാൻ. അതായത് ഈ തലവന്മാർക്ക് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും വേഗത്തിൽ ഇടപെടുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങൾ ചൈന ഇടപെടുന്നുണ്ട്. അവരൊക്കെ തന്നെ സ്വന്തം പൗരന്മാരുടെ സുരക്ഷ, അതായത് മുന്നിൽ ഈ യുദ്ധം ഇപ്പോഴത്തൊന്നും അവസാനിക്കില്ല, വരാൻ പോകുന്നത് വലിയ ഒരു പ്രത്യാഘാതം തന്നെയായിരിക്കും മുൻകൂട്ടി കണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഒരു നീക്കം നടത്തുന്നത്. ചേർത്ത് വായിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഡാർഷ്യ സൈനിക താവളത്തിൽ ആക്രമണത്തിന് സജ്ജമായി 4 അണുബോംബുകൾ എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം അണുബോംബുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യാഘാതം, ഈ ഒരു യുദ്ധത്തിന്റെ തലം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ കൂടി നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യമാണ്. പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ട്രംപിന്റെ ഒരുപക്ഷെ അടുത്ത നീക്കമായിരിക്കാം. ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും കൂടി നോക്കേണ്ടതുണ്ട്. മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇതിന്റെ യുദ്ധാവസാനം എന്തായിരിക്കും എന്നുള്ളൊരു ഭയം ഏതായാലും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഖമേനിയെ വാഴ്ത്തിക്കൊണ്ട് ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 40 വർഷമായി പടുത്തുയർത്തിയതാണ്, ശക്തിയുടെയും ധൈര്യത്തിന്റെയും പേരിൽ ഇറാൻ അത്രയ്ക്കും മുന്നോട്ട് കൊണ്ടുവരാൻ പാകപ്പെടുത്തിയത് ഖമേനിയാണ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അറബ് രാജ്യങ്ങളുടെ ഐക്യം കൂടി വരുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ ഐക്യം ആഹ്വാനം ചെയ്ത ഇറാനെ തീർക്കാൻ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ചേരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള മനസ്സിലാകുന്നു. അതായത് UAE പ്രധാനമന്ത്രി ഇറാനുമായി സംസാരിച്ചു, ഇറാൻ തലവനുമായി സംസാരിച്ചു, അദ്ദേഹം ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അമേരിക്ക അറബി കൂട്ടങ്ങളെ കൂടി കൂട്ടം ചേർത്തിക്കൊണ്ട് ആ കുഴിമാടത്തിലേക്ക് ഒരു പിടി മണ്ണ് ഒരുപക്ഷെ അറബികളുടെ കൈകൊണ്ട് വാരിയിടാനുള്ള ഒരു പ്രേരണ അമേരിക്ക നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും
പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി അത് തകർക്കുക, അല്ലെങ്കിൽ അവർ കൈവശം വെച്ചിരിക്കുന്ന അത് ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാവുക. അതാണ് അമേരിക്ക അടക്കം പറയുന്നത്. അത് തകർക്കുക. അതുപോലെ തന്നെ നിലവിൽ അവിടെ നിൽക്കുന്ന ഈ പറയുന്ന US-നോടും ഇസ്രായേലിനോടും ഒക്കെ ഉള്ള ഈ ഭരണകൂടത്തിന്റെ ഈ ഒരു വിരുദ്ധത അത് മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെടുക, അല്ലെങ്കിൽ ഒരു ഭരണ അട്ടിമറി തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും എന്തായിരിക്കും വരാൻ പോകുന്നത്, കീഴടങ്ങലോ അല്ലെങ്കിൽ മരണമോ, അത് തന്നെയാണ് ഈ ഖമേനിയുടെ മുന്നിലുള്ള 2 ഓപ്ഷൻ. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. പിന്നെ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ ലോകക്രമങ്ങൾ തന്നെ മാറി മറിയാനുള്ള സാധ്യത തന്നെയാണ്. എന്തായാലും ലോകരാജ്യങ്ങൾ ഇട്ട് നോക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാകും. അതായിരിക്കും. നമസ്കാരം.